അതിശയമാണ്. ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തതാണ്, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇവിടത്തെ ആരെങ്കിലും തന്നെ ചെയ്തിട്ടുണ്ട്, അത് ഷുവറാണ്. നമസ്കാരം. തിരുവനന്തപുരത്തെ പോലീസിനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയമാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. പോലീസുകാരെയും നാട്ടുകാരെയും ഒന്നടങ്കം ഞെട്ടിപ്പിക്കുന്ന ഒരു വലിയ മോഷണം. അതായത് തിരുവനന്തപുരം പൂജപ്പുര ജയിലിൽ നിന്നുള്ള ഭക്ഷണം നൽകുന്ന ഒരു സ്ഥലമാണ് കഫ്റ്റീരിയ എന്ന് പറയുന്നത്. ഈ ഫ്രീഡം ഫുഡ് ഫാക്ടറിയിൽ വലിയൊരു മോഷണം തന്നെയാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായതെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ ഏകദേശം 4 ലക്ഷത്തോളം രൂപയാണ് ഇവിടെ നിന്ന് മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. പോലീസിനെ ഒന്നടങ്കം നാണം കെടുത്തുന്ന അല്ലെങ്കിൽ നാണക്കേടുണ്ടാക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇത്. കാരണം CCTV ദൃശ്യങ്ങളെക്കാൾ ജയിൽ പരിധിയിൽ വരുന്ന ജയിലിന്റെ ഏറ്റവും വലിയ സുരക്ഷിതത്വമുള്ള സംവിധാനങ്ങളിൽ ഏറ്റവും നിരീക്ഷണ കവചമൊരുക്കിയിരിക്കുന്ന ഒരു സിസ്റ്റമാണ് ഈ പറയുന്ന കഫ്റ്റേരിയ എന്ന് പറയുന്നത്. ഈ കഫ്റ്റേരിയയിലാണ് ഇവിടെയുള്ള നല്ല നടപ്പിനൊക്കെയുള്ള ചില ആളുകളെ, പ്രിസണേഴ്സിനെ ജോലിക്ക് ഏറ്റു നിർത്തുന്നത്. ഭക്ഷണം പാചകം ചെയ്യാനും അതുപോലെ തന്നെ ഭക്ഷണം വിതരണം ചെയ്യാനും ഒക്കെ തന്നെ ഇവിടെ പലപ്പോഴും സ്റ്റാഫായിട്ട് നിൽക്കുന്നത് ഈ ജയിലിലുള്ള ചില പുള്ളികളാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സ്ഥാപനത്തിൽ നിന്ന് 4 ലക്ഷം രൂപ പോലീസുകാർ ആരും തന്നെ അറിയാതെ മോഷ്ടിക്കപ്പെട്ടു എന്ന് പറയുമ്പോൾ അത് ആർക്കാണ് യഥാർത്ഥത്തിൽ ഒരു വീഴ്ച വന്നത് എന്നുള്ള ഒരു ചോദ്യം ഇവിടെ ഉയരുന്നുണ്ടാകും. നിലവിലത്തെ സാഹചര്യത്തിൽ മോഷണ വിവരം പുറത്തായതോടെ ഇവിടെ അന്വേഷണ സംഘം എത്തിയിരുന്നു. ഈ അന്വേഷണ സംഘം കണ്ടെത്തിയത് പ്രകാരം ഇവിടെയുള്ള CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്നുള്ള വിവരങ്ങളാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇതിന് മുമ്പ് ഇവിടുത്തെ CCTV ദൃശ്യങ്ങൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല എന്ന് കൃത്യമായി അറിയുന്ന, ഇവിടെ ഒരുപാട് പരിചയമുള്ള ആരൊക്കെയോ ചേർന്നാണ് ഇത്തരം ഒരു മോഷണം നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. ഇനി അതാരാണ് എന്നുള്ളതാണ് ചോദ്യം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പൊതുജനങ്ങളോട് സംസാരിക്കുമ്പോൾ, ചർച്ച ചെയ്യുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന പ്രധാനപ്പെട്ട സംശയം എന്ന് പറയുന്നത് ഇതൊരു പോലീസ് നിയന്ത്രണത്തിലുള്ള സ്ഥാപനമാണ്, അതുകൊണ്ട് തന്നെ അവരറിയാതെ ഒന്നും തന്നെ ഇവിടെ നടക്കില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്ന് വരുന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും ഇവിടെ ആരാണ് കുറ്റക്കാര് എന്നുള്ളത്, മോഷ്ടാവ് എന്നുള്ളത് കണ്ടെത്തേണ്ടുന്നത് ജനങ്ങളെക്കാൾ ഇപ്പോൾ പോലീസിനുള്ള ഏറ്റവും വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം അവരുടെ നിരപരാധിത്വം തെളിയിക്കാൻ കിട്ടുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കേണ്ടുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഇവിടെയുള്ളത്. എന്തായാലും കൂടുതൽ അന്വേഷണങ്ങൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് ഇവിടെ എത്തിയിട്ടുണ്ട്. നിലവിലത്തെ സാഹചര്യത്തിൽ സ്ഥാപനം പൂർണ്ണമായിട്ടും അടച്ചിട്ട നിലയിലാണ്. ഒരാളെ പോലും അകത്ത് കയറ്റുന്നില്ല. അതിന്റെ ഭാഗമായിട്ട് ഇവിടെ ഭക്ഷണം കഴിക്കാനെത്തുന്ന സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് ആളുകൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഈ ഫ്രീഡം ഫുഡ് ഫാക്ടറിയുടെ ഭക്ഷണത്തെ കരുതിക്കൊണ്ടാണ് പല സാധാരണക്കാരായ ജോലികളും ചെയ്യുന്ന ആളുകളൊക്കെ ഇതുവഴി പോകാറുള്ളത്. പ്രത്യേകിച്ച് ഓട്ടോ ഡ്രൈവർമാരെ പോലുള്ള ആളുകൾ പലപ്പോഴും ഈ ഫ്രീഡം ഫുഡ് ഫാക്ടറിയിലെ ഫുഡിനെയാണ് ഉച്ചയ്ക്കൊക്കെ പ്രധാനമായിട്ടും പ്രതീക്ഷിക്കുന്നത്. ആ ഒരു പ്രതീക്ഷ പോലും അറ്റു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. ഇവിടെ വലിയൊരു മോഷണം നടന്നതുകൊണ്ട് തന്നെ ഇന്ന് ഫുഡ് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് വിവരം. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾ നിരാശയോടെ തിരിച്ചു പോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇവിടെ ഉണ്ടായിരുന്ന താക്കോല് സൂക്ഷിച്ചിരുന്ന ചില്ല് ബോക്സ് തല്ലിപ്പൊളിച്ചതിന് ശേഷം, അതെടുത്തതിന് ശേഷം ഓഫീസ് മുറിയിലേക്ക് കയറിയാണ് പ്രതി പണം മോഷ്ടിച്ചിരിക്കുന്നത് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. ഏകദേശം 4 ലക്ഷത്തോളം രൂപയാണ് ഇത്തരത്തിൽ മോഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പണമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നഷ്ടമോ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടില്ല. എന്തായാലും പോലീസിനെ ഉൾപ്പെടെ വലിയ നിരാശയിലാക്കിക്കൊണ്ടുള്ള ഒരു മോഷണം തന്നെയാണ് ഇവിടെ പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ പോലീസ് സിസ്റ്റത്തിന് എന്ത് സുരക്ഷിതത്വമാണ് നൽകാൻ പറ്റുന്നത് എന്നുള്ള ഒരു ചോദ്യം, അത് ഇത്തരത്തിൽ വീണ്ടും ജയിൽ അധികൃതരുടെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ എന്ന് പറഞ്ഞുകൊണ്ട് ഇത്തരം വാർത്തകൾ പുറത്തു വരുമ്പോൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്.
കേരള പോലീസ് സിസ്റ്റം എന്താ തോന്നുന്ന ഈ ഒരു തോന്നുന്നതെന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ സാധാരണ ആട്ടോ ജീവനക്കാരും കൂടുതലും ഭക്ഷണം കഴിക്കാൻ വരുന്നത് ഇവിടെ പൂജപ്പുഴ ജയിലിന്റെ ഇവിടെ ഉള്ള ഈ കഫ്റ്റീരിയയിലാണ് വരുന്നത്. സാധാരണഗതിക്ക് ഒരു 50 രൂപയ്ക്ക് ഒതുങ്ങുന്നത് ഇപ്പൊ ഇവിടെ തുറന്നില്ലേ നമുക്ക് വെളിയിൽ 200 ചിലവാണ് ഒന്ന്. അത് പോയിട്ട് ഇവിടെ സർക്കാർ ജീവനക്കാർ ഒരുപാട് പേര് വരുന്നുണ്ട്. ചെക്ക് LBS കോളേജ് ഉണ്ട്, അവിടുത്തെ സ്റ്റുഡൻസിന് ഇവിടെ ആഹാരം കഴിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ദൂരം നിന്നെല്ലാം പ്രതീക്ഷിച്ച് വരുന്നവരുടെ അവസ്ഥ വലിയ ബുദ്ധിമുട്ടാവും. ചേട്ടാ ഇതിപ്പം പോലീസിന്റെ അണ്ടറിലെ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ പെടുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു സ്ഥലത്താണ് ഇത്തരത്തില് ഒരു വലിയ കളവ് 4 ലക്ഷത്തോളം രൂപയൊക്കെ പോയിരിക്കുന്നത്. അപ്പോ കുറച്ചു ദിവസം മുന്നേ തന്നെ ഗോവിന്ദൻ ചാവി വാർത്തകളൊക്കെ കേട്ടാണല്ലോ. അതായത് ജയിലുകൾക്ക് വേണ്ടത്ര സുരക്ഷ കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകളല്ലേ പുറത്തുവരുന്നത്. സുരക്ഷ കൂടുതലും ഉണ്ടായിരിക്കും. ഇവിടെ 4 സൈഡിൽ ക്യാമറ എല്ലാ കാര്യങ്ങളും കാണും. പക്ഷെ എന്തുകൊണ്ട് അവരൊന്നും കുറച്ച് റിസ്ക് എടുത്ത് നോക്കുന്നില്ല? അല്ല, ഇത്രയും ക്യാമറകൾ ഉണ്ടായിട്ടും അങ്ങനെ ഒരു കളവ് നടത്താനുള്ള ഒരു ധൈര്യം തീർച്ചയായിട്ടും ഈ ക്യാമറകളൊന്നും വർക്ക് ചെയ്യില്ല എന്ന് അറിയുന്നതുകൊണ്ടായിരിക്കും. അതെങ്കിലും വലിയൊരു വീഴ്ചയായിട്ട് തോന്നുന്നുണ്ട് നമ്മുടെ സർക്കാർ സംവിധാനം. വളരെ വീഴ്ചയാണ്. 4 ലക്ഷം രൂപ എന്ന പോലെ പാവം നല്ലൊരു മനുഷ്യൻ പെട്ടെന്ന് എടുത്തോട്ട് പോകാൻ പറ്റത്തില്ല. ഇതാരെങ്കിലും സ്റ്റാഫുകളുടെ ഏതെങ്കിലും അനാസ്ഥയോ അങ്ങനെ എന്തെങ്കിലും എങ്ങനെയാണെന്നൊന്നും അറിയാൻ പാടില്ല നമുക്ക്. ചേട്ടനൊക്കെ പോലെയുള്ള ആളുകളാണ്. അതെ, പിന്നെ കൂടുതൽ ഇത് എത്ര പേരുണ്ട്, ഇത്ര ജനങ്ങൾ വന്നു പോകുന്നുണ്ട്. അവിടെയെല്ലാം ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി വന്നിട്ട് പോകുന്നവരാണ്. അപ്പൊ നമ്മളിതുപോലെ നോക്കിക്കൊണ്ട് നിന്നിട്ട് കാര്യമാണ്. അവിടെ വന്ന് എന്തിനാണെന്ന് നോക്കുന്നതല്ലാതെ വേറെ അവിടെ പ്രതീക്ഷയ്ക്കില്ലല്ലോ വരുന്നത്. ആഹാരം വാങ്ങിച്ചിട്ട് പോകുന്ന പ്രതീക്ഷയില്ല വരുന്നത്. പക്ഷെ കിട്ടുന്നില്ല, സാധനം കിട്ടുന്നില്ല. ഇനിയിപ്പോ ഇപ്പൊ വേറെ കട ആശ്രയിച്ച് പോകേണ്ടി വരും. സ്ഥിരം ഇവിടെ തന്നെ വരുന്നവര് ഇവിടെ വരത്തുള്ളൂ. പോലീസുകാരുടെ അണ്ടറില് അത്രയും സെക്യൂരിറ്റി ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് 4 ലക്ഷം രൂപ കളവ് വരിക്കുന്നത് അതിശയമാണ്. ഒരിക്കലും സംഭവിക്കാൻ പറ്റാത്തതാണ്, ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. അപ്പൊ ഇവിടത്തെ ആരെങ്കിലും തന്നെ ചെയ്തിട്ടുണ്ട്, അത് ഷുവറാണ്. ഇവിടുന്ന് എപ്പോഴും ഫുഡ് മേടിക്കാറുണ്ടോ? എപ്പോഴും ഇല്ല. ഇതിലേ പോകുമ്പോ ചപ്പാത്തിയോ ബിരിയാണി എന്തെങ്കിലും ആശയകരിക്കാൻ എന്തെങ്കിലും കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കും. അല്ല ഇവിടെ മാറ്റുന്നു ചപ്പാത്തി നമുക്ക് എമർജൻസിക്ക് വേണ്ടിയിട്ട് പോയി. ഒരു സുരക്ഷിതത്വം ഇല്ല. അത് ജയിലിന്റെ തൊട്ടടുത്തല്ലേ.